വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത്തവണത്തെ ഞങ്ങളുടെ ഫസ്റ്റ് നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഞാനിതാ ഫ്രൈഡേ ഈവനിങ്ങിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് ട്രെയിൻ കയറിയിട്ടുണ്ട്. അപ്പം എല്ലാ തവണത്തെ പോലെ തന്നെയും ഇത്തവണയും ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. ഈ ഒരു ട്രെയിനിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാനും പറ്റൂല, അറിയാനും പറ്റൂല. കാരണം അത്രയും ആളുകളെ കൊണ്ടുള്ള തിരക്കാണ്. ഇതിൻ്റെ അകത്ത് ഫുൾ ഇരുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് പുറത്തുള്ളതൊന്നും കാണാനൊന്നും പറ്റണേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ സീറ്റ് പിടിച്ച് ഇതിനകത്ത് കയറി ഇരുന്ന് തിക്കിലും തിരക്കിലും പെട്ടിട്ടാണെങ്കിലും നമ്മളൊരു 4-5 മണിക്കൂർ ട്രാവൽ ചെയ്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എത്തുമ്പോഴേക്ക് എന്നെ വെയിറ്റ് ചെയ്ത് റെയിൽവേയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഇക്കയും കൂടെ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തി ഞങ്ങൾ വേഗം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിലെത്തുമ്പോഴേക്ക് തന്നെ ഏകദേശം 12:30-1 മണി ആ ഒരു സമയമാവും. അങ്ങനെ പിന്നെ ഇനി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് സൺഡേ പുലർച്ചയ്ക്കുള്ള വിശേഷങ്ങളാണ്. അതായത് നമ്മളുടെ ഇത്തവണത്തെ ആദ്യത്തെ നോമ്പിൻ്റെ അത്താഴത്തിന് എണീറ്റിട്ടുള്ളതാണ്. അപ്പം അത്താഴത്തിന് എണീച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടിട്ട് ഏതാണ് ലൈറ്റിൻ്റെ സ്വിച്ച് എന്ന് മനസ്സിലാവണുണ്ടായിരുന്നില്ല. കാരണം ഇപ്പം ഈ ഒരു വീട്ടിലെ ഒരു അതിഥിനെ പോലെയാണ് ഞാനും. ഇടയ്ക്ക് മാത്രമേ വരാറുള്ളൂ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ലൈറ്റിൻ്റെ സ്വിച്ചൊക്കെ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ ഏകദേശം ഒരു 4 മണിക്ക് അലാറം വെച്ച് 4:05, 4:10 ആയപ്പോഴേക്കും ഇതാ താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വേഗം തന്നെ നമ്മൾ അത്താഴത്തിനുള്ള ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അത്താഴത്തിന് വളരെ സിമ്പിളായിട്ടുള്ള ഫുഡാണ്. ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ചോറും മാത്രമുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു അത്താഴമാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അത്താഴം കഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് പിന്നെ നിസ്കാരവും കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഉറങ്ങും കേട്ടോ. പിന്നെ സൺഡേ കൂടെ ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഉറങ്ങും. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനും ഉണ്ടാക്കാനോ ഒന്നും ഇല്ലല്ലോ. പിന്നെ എനിക്ക് ഇന്ന് തിരിച്ച് പോകണം. അതായത് സൺഡേ ഈവനിങ്ങിലാണ് ട്രെയിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും റെസ്റ്റ് എടുക്കാനുള്ള ഒരു ടൈം ഇല്ല കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ തിരിച്ചു പോകുന്നത് കൊണ്ട് തന്നെ ഏകദേശം നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈം ട്രെയിനിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിൽ നോമ്പ് തുറക്കാനുള്ള എന്തെങ്കിലും സ്നാക്സും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് പരിപാടികളൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ സമയമൊന്നും ഉറങ്ങാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ വേഗം രാവിലെ തന്നെ എണീറ്റിട്ടതാ വേഗം അലക്കാനുള്ളതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി റൂമൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇക്ക രാവിലെ തന്നെ ഇന്ന് ഒരു മരണം ഉണ്ടായിട്ട് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പോയ സമയത്ത് ഞാനിതാ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുവാണ്. അപ്പം ഞാൻ വരുന്ന സമയത്താണ് റൂം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുക. ഒന്ന് അത്യാവശ്യം പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു റൂം. അപ്പം ഞാനിതാ ജനലും നമ്മൾ ബെഡും ഷെൽഫൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുവാണ്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിച്ച് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബെഡ്ഷീറ്റ് തട്ടി വിരിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ പോയിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കുന്നത് കറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ നിന്നോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇനി വേഗം തന്നെ നമ്മളെ ക്ലീനിങ് പരിപാടികൾ കഴിഞ്ഞിട്ട് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ചെയ്യുകയാണ് കേട്ടോ. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീംലി സോറി കേട്ടോ. കാരണം എനിക്ക് നല്ല ത്രോട്ട് ഇൻഫെക്ഷനും കോൾഡും പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൗണ്ട് കുറേ ദിവസമായിട്ട് അടഞ്ഞിരിക്കുവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫസ്റ്റത്തെ നോമ്പിൻ്റെ വിശേഷം ഇത്രയും ലേറ്റായിട്ട് ഇടാൻ തന്നെ കാരണം. പിന്നെ എനിക്ക് സൗണ്ടൊക്കെ റെഡിയായി വരുമ്പോഴേക്ക് തോന്നുന്നു നോമ്പ് കഴിയാറാവുന്നു. അപ്പം നോമ്പിൻ്റെ വിശേഷങ്ങൾ നോമ്പ് കഴിഞ്ഞിട്ടിട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സൗണ്ട് അങ്ങനെ നോക്കാതെ വീഡിയോ എഡിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ റൂമിൽ പൊടി തട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗത ഇനി അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നോമ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ സ്പീഡിലൊന്നും ഒരു പണിയും ചെയ്യുന്നില്ല കേട്ടോ. കാരണം നമുക്കിന്ന് തിരിച്ചു പോകണം. അപ്പോൾ ട്രാവൽ ചെയ്യുകയും വേണം, പിന്നെ കുക്ക് ചെയ്യാനും ക്ലീനിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ടയേർഡായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പണിയും മെല്ലെ മെല്ലെയാണ് എടുക്കുന്നത്. പക്ഷേ വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല സ്പീഡായിട്ട് തോന്നുന്നുണ്ടാവും. അങ്ങനെ ഞാനിതാ നമ്മളെ മുകളിൽ നിന്ന് അടിച്ച് വാരി ഇതാ താഴേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനി ഇതാ കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ നമ്മളിതാ ഓരോരോ തട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കൗണ്ടർ ടോപ്പും നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ അടിച്ച് വാരൽ കണ്ടിന്യൂ ചെയ്യണം. ഇനി അടിച്ച് വാരി ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് കുക്കിംഗ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രെയിൻ വന്നിട്ട് 4 മണി 4:15 ആ ഒരു ടൈമിലാണ് നമ്മൾ ട്രെയിൻ വരുന്നത്. അപ്പോൾ ട്രെയിനിൽ തന്നെ ആയിരിക്കും ഏകദേശം നമ്മൾ നോമ്പ് തുറക്കുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്നാക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടാക്കണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലാണ് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ നോക്കുന്നത്. എന്താ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു പ്ലാനിങ് ഒന്നുമില്ല. അങ്ങനെ ഞാനിങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. സമൂസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സമൂസ ഞാൻ അതിന് മുമ്പ് വന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട്
കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട്ലറ്റ് കുറേ ആയി ഉണ്ടാക്കി കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആകുമ്പോഴേക്ക് തന്നെ ഇക്കതാ ചിക്കനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി ഞാൻ വേഗം തന്നെ നമ്മളെ ചിക്കൻ ക്ലീൻ ആക്കിയിട്ട് വേഗം കുക്കാവാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ചിക്കൻ ക്ലീൻ ആക്കിയിട്ട് കുക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിക്കൻ കുക്കാകുമ്പോഴേക്ക് നമുക്ക് ബാക്കി അതിലേക്ക് മസാലക്കൊക്കെ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുള്ള ചിക്കൻ ഇതാ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേഗം തന്നെ അത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉള്ളിയും ഉരുളക്കിഴങ്ങും പച്ചമുളകും കറിവേപ്പിലി അങ്ങനെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ആ ഒരു വീഡിയോ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ ഞാനിതാ നമ്മളെ ചിക്കൻ കുക്കാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം നമ്മളെ ഉള്ളി അവിടെ കട്ട് ചെയ്ത് അങ്ങനെ ഉള്ളി കട്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ കരിഞ്ഞു വെച്ച ഉള്ളിയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് തന്നെ നമ്മളെ ചിക്കനും ഇവിടെ കുക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കനും നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സെയിം കുക്കറിൽ തന്നെ പൊട്ടാറ്റോ കൂടിയിട്ട് കുക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊട്ടാറ്റോ അവിടെ വിസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതും ഒന്ന് ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാം ഒന്ന് ചൂടാറി വരുമ്പോഴേക്ക് നമുക്കൊന്ന് പുറത്ത് പോയി വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഒക്കെയും കൂടെ നേരെ നമ്മളെ പാളയം മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ ജ്യൂസ് വത്തക്ക വാങ്ങിയിട്ട് ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വത്തക്ക എന്ന് പറഞ്ഞാൽ വാട്ടർ മെലൻ ആണ് കേട്ടോ. നമ്മളെ നാട്ടിൽ അതിന് വത്തക്ക എന്നാണ് പറയുക. അങ്ങനെ നമ്മൾ വത്തക്ക വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പച്ചക്കറിയും വത്തക്കയും പിന്നെ ജ്യൂസ് അടിക്കാനുള്ള പാലൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് ഡേറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നോമ്പ് തുറക്കാൻ എനിക്ക് ഹോസ്റ്റലിലേക്ക് കുറച്ച് ഡേറ്റ്സ് ബൾക്കായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ വന്നിട്ട് ഓരോന്നും ഇങ്ങനെ ക്വാളിറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തിന്നിട്ട് എന്തായാലും നോമ്പുള്ളതുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി നോക്കാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏകദേശം ലുക്ക് വെച്ചിട്ട് ഡേറ്റ്സ് ഏതാ നല്ലത് നോക്കിയിട്ട് അങ്ങനെ ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കാരക്ക നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാരക്കയും നമ്മളുടെ ഈ വത്തക്കയും പച്ചക്കറിയും എല്ലാം ആയിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഉമ്മ ഓരോ സാധനങ്ങളൊക്കെ ഇനി എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ വേഗം തന്നെ നമ്മളുടെ ബാക്കി കുക്കിംഗ് പരിപാടികൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഞാനിത് അവിടെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ അതേപോലെ നല്ലോണം ചിക്കി പറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി അവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളി വഴന്ന് വരുമ്പോഴേക്ക് ഞാൻ വിചാരിച്ചു ജ്യൂസ് അടിച്ചിട്ട് വേഗം തന്നെ ഫ്രീസറിലേക്ക് വെക്കുക എന്നുള്ളത്. അങ്ങനെ ജ്യൂസ് അടിച്ച് ഫ്രീസറിൽ വെച്ച് വേഗം തന്നെ നമ്മളുടെ മസാലയും റെഡിയാക്കി വെച്ചിട്ട് ഞാൻ വേഗം പോയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അയലിൽ വിരിച്ചിട്ടിട്ട് ഞാൻ വേഗം തന്നെ ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞതായി ഇനി വേഗം വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കുക്കിംഗ് പരിപാടികൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഓൾറെഡി റെഡിയാക്കി കഴിഞ്ഞതുകൊണ്ട് ഇനി ഇതൊന്ന് ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഞാൻ വരുമ്പോഴേക്ക് തന്നെ ഉമ്മ ഏകദേശം സമൂസ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ കുറച്ച് സമൂസയും ബാക്കി ഫില്ലിങ്സും ഉണ്ട് 2-3 ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫ്രഷായി വന്നതിന് ശേഷം പിന്നെ ഞാൻ കട്ട്ലറ്റൊക്കെ ഷേപ്പ് കട്ട്ലറ്റും ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ആ കട്ട്ലറ്റ് വേഗം തന്നെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് തന്നെ സമയം ഏകദേശം 3 മണിയായിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം തന്നെ ഫ്രൈ ചെയ്തിട്ട് പിന്നെ വേഗം തന്നെ പോയിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പേക്ക് ചെയ്തു. പിന്നെ വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി വേഗം തന്നെ ഇറങ്ങാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഏകദേശം 3:30 ആകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ കട്ട്ലറ്റൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേഗം തന്നെ പോയിട്ട് റെഡി ആയിട്ട് വന്നു. അപ്പോഴേക്ക് തന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ജ്യൂസും കട്ട്ലറ്റൊക്കെ വേഗം തന്നെ എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കൂടെ ട്രെയിനിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷഹീറ. അപ്പോൾ അവൾക്കും കൂടിയുള്ള കട്ട്ലറ്റും ജ്യൂസും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളുടെ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ തിരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതാ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇത്രയും ലേറ്റായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. കാരണം ഇന്ന് ഫുള്ളൊരു ഹറിബറിയാണ്. പിന്നെ നമ്മളിങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഹോസ്റ്റലിലേക്ക് പോകുന്നതും ഇത് ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും വിചാരിച്ച പോലെ അങ്ങോട്ട് വേഗത്തിലായിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്കാ ടൈമിലാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എത്തി ഏകദേശം ഒരു 5-10 മിനിറ്റ് ആയപ്പോഴേക്ക് തന്നെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. പിന്നെ ട്രെയിനിൽ കയറാനുള്ള
തിക്കും തിരക്കുമാണ്. അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം തൃശ്ശൂർ വരെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയപ്പം അതിൽ ആർക്കോ ഒരാൾക്ക് നിന്നിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ട് തോന്നിയിട്ടായിരിക്കാം അവരെനിക്ക് എണീറ്റ് തന്നു കേട്ടോ. അപ്പം ഞാൻ അവരുടെ അടുത്ത് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് എണീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അവരുടെ സീറ്റിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ നോമ്പ് തുറക്കുകയാണ്. ആദ്യം ഇതാ നമ്മളെ ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ട്, പിന്നെ ജ്യൂസും നമ്മളെ കട്ട്ലറ്റും കഴിച്ച്, പിന്നെ നമുക്ക് സീറ്റ് തന്ന അവർക്കും കൂടെ കട്ട്ലറ്റ് കൊടുത്ത്, അങ്ങനെ നമ്മൾ കട്ട്ലറ്റും ജ്യൂസും ഈത്തപ്പഴവും വെച്ച് നോമ്പ് തുറന്ന് പിന്നെ ഞാൻ വീണ്ടും നിൽക്കൽ തന്നെ കേട്ടോ. കാരണം വേറെ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഏകദേശം തൃശ്ശൂർ എറണാകുളം വരെ ഉള്ളവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സീറ്റൊന്നും വേറെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും ഒരുപാട് നേരം നിന്നിട്ടാണെങ്കിലും അവസാനം നമ്മൾ എറണാകുളത്തെത്തി പിന്നെ മെട്രോയിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ബീവറേജിൻ്റെ മുമ്പിലെ ക്യൂ പോലെ നീണ്ടു നിരന്ന ക്യൂ ആയിരുന്നു അവിടെയും. കാരണം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നല്ല തിരക്കായിരുന്നു. അങ്ങനെ അവിടെയും ക്യൂവിൽ കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അവസാനം ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഷഹീറ വരുന്ന സമയത്ത് എനിക്കും കൂടെ പത്തിരിയും ചിക്കൻ കറിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവളും കൂടെ അതാ ഒരുമിച്ചിരുന്നിട്ട് നോമ്പ് തുറക്കുകയാണ്. നമ്മൾ നോമ്പ് ട്രെയിനിൽ തുറന്നു. അതിൻ്റെ ബാക്കി ഇനി ലാവിഷായിട്ടുള്ള ഫുഡ് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെ ഉമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മാങ്ങ ഉപ്പിലിട്ടതും കൂടെ അവൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് മാങ്ങ ഉപ്പിലിട്ട എല്ലാത്തിനോടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതും തിന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെ മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ ചിക്കൻ കറിയും പത്തിരിയും പിന്നെ അവൾ സമൂസയും ചിക്കൻ റോളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നോമ്പ് തുറ തന്നെയായിരുന്നു കേട്ടോ. ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് നോമ്പ് തുറ എന്ന് പറയുന്നത് മാഷാല്ലാ റാഹത്തായിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ബാക്കി ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് പിറ്റേന്ന് അത്താഴത്തിനുള്ള ഫുഡും അവൾ തന്നെയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നല്ല നെയ്ച്ചോറും ചിക്കൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാ ബൈ.